മലയാളിയുടെ കൈക്കരുത്തും പുരാതന ഭാരതീയ വിദ്യയും സമന്വയിക്കുന്ന സമുദ്രവിസ്മയമാണ് INS കൗഢന്യ. കോഴിക്കോട് ബേപ്പൂരിലെ കലാസിമാർ ആധുനിക യന്ത്രങ്ങളോ ലോഹ അണികളോ ഇല്ലാതെ മരക്കപ്പലുകളെ ചകിരിയിറക്കാൻ കൊണ്ടുപോകാറുണ്ട്. ഈ പായ്ക്കപ്പൽ സമ്മാനിക്കുന്നത് പാരമ്പര്യത്തിൻ്റെയും മറ്റും ഊർജ്ജമാണ്. കോഴിക്കോട് ബേപ്പൂരിലെ ഖലാസിമാർ തുന്നിയെടുത്ത INS കൗണ്ഡിന്യ അറബിക്കടലിന്റെ തിരമാലകളെ കീഴടക്കാൻ ഒരുങ്ങുന്നു. ഭാരതത്തിന്റെ സമുദ്ര പാരമ്പര്യം ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതിക്കൊണ്ട് ഒരു ചരിത്ര യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. INS കൗണ്ഡിന്യ ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നും ഒമാനിലെ മസ്കറ്റിലേക്കാണ് തിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ വ്യാപാരികൾ അറബിക്കടൽ കീഴടക്കിയ അതേ പാതയിലൂടെ അതേ സാങ്കേതിക വിദ്യയുമായി ഇന്ത്യൻ നാവികസേന നടത്തുന്ന ഈ സമുദ്രയാത്ര ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. 5ാം നൂറ്റാണ്ടിലെ അജന്ത ഗുഹാ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയ കപ്പലുകളുടെ രൂപകൽപ്പനയിൽ നിന്നുമാണ് കൗണ്ഡിന്യയ്ക്ക് ജീവൻ നൽകിയത്. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏക തുന്നിയ കപ്പലെന്ന സവിശേഷതയും ഇതിനുണ്ട്. ലോഹ ആണികൾക്ക് പകരം ചകിരിക്കയറും ചകിരി നാരും ഉപയോഗിച്ചുകൊണ്ട് മരപ്പലകകൾ തുന്നിച്ചേർത്തുകൊണ്ടാണ് ഈ കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. ആധുനിക യന്ത്ര സാമഗ്രികളില്ലാതെ വെറും കൈക്കരുത്തുകൊണ്ട് കടൽ വിസ്മയങ്ങൾ തീർക്കുന്ന ബേപ്പൂരിലെ ഖലാസിമാരുടെയും ഉരുനിർമ്മാണ വിദഗ്ധരുടെയും മികവാണ് INS കൗണ്ഡിന്യ. പ്രശസ്തനായ ഉരുനിർമ്മാതാവ് ബാബു ശങ്കരന്റെ നേതൃത്വത്തിൽ ബേപ്പൂരിലെ പരമ്പരാഗത കപ്പൽ നിർമ്മാണ തൊഴിലാളികളാണ് ഈ വിസ്മയം പൂർത്തിയാക്കിയത്. സമുദ്രജലത്തിലെ ഉപ്പിനെ പ്രതിരോധിക്കാൻ ആണികൾക്ക് പകരം കയറും പ്രകൃതിദത്തമായ പശകളും ഉപയോഗിക്കുന്ന പുരാതന ഭാരതീയ വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മൈസൂർ രാജവംശത്തിൻ്റെയും കടമ്പ രാജവംശത്തിൻ്റെയും പ്രതീകമായ ഇരട്ടത്തലയുള്ള കഴുകൻ കപ്പലിലെ പായയിൽ ഇടം പിടിക്കുന്നു. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി കപ്പലിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹാരപ്പൻ ശൈലിയിലുള്ള കല്ലുകൊണ്ടുള്ള നങ്കൂരമാണ്. കപ്പലിൻ്റെ മുൻഭാഗത്ത് കാവൽ നിൽക്കുന്ന പുരാണജീവിയായ സിംഹയാളി ഭാരതീയ കലയുടെ പ്രതീകമാണ്. 2ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ നിന്നും കപ്പൽ കയറി കംബോഡിയയിലെത്തുകയും അവിടെ ഫുനാൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്ത ഒരു ഭാരതീയ ബ്രാഹ്മണ പ്രഭുവാണ് കൗണ്ഡിന്യ. സമാധാനപരമായ രീതിയിൽ കപ്പൽ മാർഗം സഞ്ചരിച്ച് മറ്റൊരു രാജ്യത്ത് ഭാരതീയ സ്വാധീനമുറപ്പിച്ച കൗണ്ഡിന്യയുടെ പേര് ഈ കപ്പലിന് നൽകുക വഴി ഭാരതത്തിൻ്റെ നയതന്ത്ര ചരിത്രത്തെയാണ് നാവികസേന ആദരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രോജക്റ്റ് മൗസം സാഗർ എന്നീ പദ്ധതികളുടെ ഭാഗമായാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. സമുദ്ര വ്യാപാരത്തിൽ ഭാരതത്തിനുണ്ടായിരുന്ന ആധിപത്യം വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. ചരിത്രകാരനായ സഞ്ജീവ് സന്യാലിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ ദൗത്യം ഭാരതീയർ പണ്ട് കടൽ കടന്ന് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ നാവികരായിരുന്നു എന്ന സത്യത്തിന് അടിവരയിടുന്നു. 15ഓളം നാവികസേന ഉദ്യോഗസ്ഥരാണ് കൗണ്ഡിന്യയിലുള്ളത്. എഞ്ചിൻ ഇല്ലാത്തതിനാൽ കാറ്റിൻ്റെ ഗതി നോക്കി പായകൾ നിയന്ത്രിച്ചും തുഴഞ്ഞും വേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. പുരാതന കാലത്ത് എങ്ങനെയാണ് ഭാരതീയർ ലോകം കീഴടക്കിയതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുക കൂടിയാണ് ഈ പരീക്ഷണ യാത്ര. ന്യൂസ് ഡെസ്ക് ജനം.